The Real FM 103.6. ശ്രദ്ധ. കോഴിക്കോട് നഗരത്തിലേക്ക് എത്തുന്നവർ സായാഹ്നം ചെലവഴിക്കുന്ന ഒരിടമാണ് ഇവിടുത്തെ ബീച്ച്. കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഈ കടൽ തീരത്തേക്ക് സൂര്യാസ്തമയം കാണാൻ മാത്രമല്ല ആളുകൾ എത്തുന്നത്. ഇവിടുത്തെ ഭക്ഷ്യവിഭവങ്ങൾ കൂടി ആളുകൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. നിരന്നുകിടക്കുന്ന തട്ടുകടകളിലെ ഭക്ഷ്യവിഭവങ്ങൾ രുചികരമാണെങ്കിലും ഇവിടുത്തെ വൃത്തിഹീനമായ സാഹചര്യം പലപ്പോഴും പരാതികൾക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ ഇന്നു മുതൽ കോഴിക്കോട് ബീച്ചിലെ തട്ടുകടകൾ ഹൈടെക് ആവുകയാണ്. ഇവിടുത്തെ ഫുഡ് സ്ട്രീറ്റിന്റെ ഉദ്ഘാടനം സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഇന്ന് വൈകിട്ട് നിർവഹിക്കുകയാണ്. ഫുഡ് സ്ട്രീറ്റിനെ കുറിച്ച് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. കോഴിക്കോട് കോർപ്പറേഷന് NUML ദേശീയതായിട്ട് നിർമ്മാർജ്ജന പദ്ധതിയാണ്. അതിൽപ്പെട്ട് കുറച്ച് പൈസ ബാക്കിയുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ആലോചിച്ചതാണ്, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചിലെ സ്ട്രീറ്റ് വെൻഡേഴ്സ് അവരെ നമുക്കൊന്ന് പുനരധിവസിപ്പിച്ചുകൊണ്ട് വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് നമ്മുടെ ബീച്ചിനെ വളരെ സൗന്ദര്യമുള്ളതാക്കി മാറ്റിക്കൂടാ എന്നൊരു കാര്യം. അപ്പൊ നമുക്കതിന്റെ ഫണ്ട് ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ പെർമിഷൻ കിട്ടണമായിരുന്നു. അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചു, നമുക്കത് ലഭിക്കാമെന്ന് പറഞ്ഞു. അതിന്റെ കൂടെ ഫുഡ് സേഫ്റ്റിയുടെ 1 കോടി രൂപ കൂടി ഇതിലേക്ക് വന്നു ചേർന്നു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ 2 ചെയ്യണമെന്ന് ആലോചിച്ചു. പക്ഷെ 2ന്റെയും സെക്രട്ടറി ഒരാളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് 2 കൂടി ഒരുമിപ്പിച്ച് ചെയ്തുകൂടാ. അങ്ങനെ നമ്മൾ ഇതിന് മുന്നിട്ടിറങ്ങി. അപ്പൊ നമുക്ക് അപ്പോഴേക്കും പോർട്ട് അതോറിറ്റീസിന്റെ പെർമിഷൻ നമുക്ക് അതിന് ലഭിച്ചു. മറ്റുള്ള കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അതിന്റെ കൺസ്ട്രക്ഷനുമായി ഞങ്ങൾ മുന്നോട്ട് പോകാനുണ്ടായത്. 90 കച്ചവടക്കാരാണ് അവിടെ കുറെ വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്നവർ. ആ 90 കച്ചവടക്കാരെയും നമ്മൾ ഇതിനു വേണ്ടി ചേർത്ത് പിടിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പരിഹരിച്ച് അങ്ങനെയാണ് 90 പേർക്ക് വേണ്ടിയുള്ള കാർട്ട് വെച്ചുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ജനങ്ങൾക്കെല്ലാം കൊടുക്കുന്നത്. അതിനിടയിൽ പാവയും കളിക്കോപ്പും എല്ലാം കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു സ്ട്രീറ്റാണ് വെൻഡിങ് ബീച്ച് എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടായത്. ഏതാണ്ട് 5 കോടിയിലേറെ പൈസ വന്നു. അതിൽ 1.38 കോടി കോർപ്പറേഷൻ്റെതാണ്. അവരുടെ പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ചു. അപ്പോൾ പലർക്കും പല ഭാഗം ആദ്യം കിട്ടണമെന്നുണ്ടായി. എന്നാൽ വേണ്ട നമുക്ക് നറുക്കിടാം എന്ന് പറഞ്ഞുകൊണ്ട് നറുക്കിട്ട് ആണ് ഇപ്പൊ എല്ലാവർക്കും സ്ട്രീറ്റ് വെൻഡിങ്ങിന് അവർക്ക് സ്ഥലം കൊടുത്തത്. ഇനി അവര് ബില്ല് വെച്ചിട്ട് വേണം സാധനങ്ങൾ വിൽക്കാൻ. വേറൊന്നും അവർക്ക് നല്ല വെള്ളവും നല്ല വെളിച്ചവും കിട്ടുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി അവിടെ ഒരു ഭക്ഷണത്തിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരേ ഒരു സാധനം ഐസാണ്. ഐസ് ഉണ്ടാക്കുന്ന ഫാക്ടറികളോട് വളരെ നിർബന്ധമായി പറഞ്ഞ് നല്ല വെള്ളം കൊണ്ട് ഐസ് ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഈ ഐസ് ഒരതുകാല ഐസ് ഇട്ട് കൊടുക്കുന്ന ജ്യൂസിലൊക്കെ ഒരു തരത്തിലുള്ള അപകടങ്ങൾ ഇല്ലാതിരിക്കുകയുള്ളൂ. അപ്പൊ ആ തരത്തിലാണ് നമ്മളിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർ വളരെയേറെ സന്തുഷ്ടരാണ്. ഏതാണ്ട് 3 ലക്ഷത്തിനടുത്ത് വരുന്ന വണ്ടികൾ അത് നമ്മൾ സർക്കാരിന്റെ സ്ഥാപനമായിട്ടുള്ള ഒരു മെറ്റൽ ഇൻഡസ്ട്രീസ് ഉണ്ട് ഷൊർണൂർ, അവരിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. അവർ നല്ല സാധനങ്ങൾ 3-4 വട്ടം വന്ന് കണ്ട് അവരുടെ അഭിപ്രായം കേട്ട് മാറ്റി അവർ നിന്ന് നോക്കി ഇങ്ങനെയൊക്കെ പൂർണ്ണമായും അവർക്ക് തൃപ്തികരമായ ഒരു രീതിയിലുള്ള കാർട്ടാണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികളാണ് അവർക്ക് വേണ്ട യൂണിഫോം ഡിസൈൻ ചെയ്തത്. അവരതൊക്കെ വാങ്ങാൻ തയ്യാറാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടിയായിരിക്കും ദീപാവലിയുടെ ദിവസം സന്ധ്യാനേരത്ത് നമ്മൾ ഒരുങ്ങുന്നത്. അവിടെയൊക്കെ പ്രഭാപൂരിതമാക്കണം. അതോടനുബന്ധിച്ചൊരു കേക്കൊക്കെ മുറിച്ച് ഇവിടെയുള്ള കുറച്ച് പേരെയൊക്കെ ആദരിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭംഗിയായി കാര്യങ്ങൾ നടക്കും എന്നുള്ള സന്തോഷവും അഭിമാനവും കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ട്, അവിടുത്തെ തൊഴിലാളികൾക്കും ഉണ്ട്, നാട്ടുകാർക്കും ഉണ്ട്. ആ സന്തോഷവും ഞങ്ങൾക്ക് ബീച്ചിൽ വന്നാൽ സേഫായ ഭക്ഷണം, ഒരിക്കലും പേടിക്കാതെ കഴിക്കാവുന്ന ഒരു ഭക്ഷണം ഉറപ്പുവരുത്തുക എന്നതുകൂടി ഇതിനു മുമ്പിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ ഒരു ഉദ്ദേശമുണ്ട്. ആരോഗ്യകരമായ ഭക്ഷണം കൊടുക്കാൻ കോഴിക്കോട്ടെ ഈ ഒരു വെൻഡിങ് ബീച്ചിലെ ഒരുങ്ങുന്ന ഫുഡ് സ്ട്രീറ്റിന് സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒക്കെ വിശ്വാസം. ദി എർത്താണ് ഇവിടുത്തെ ഉന്തുവണ്ടികൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ആർക്കിടെക്റ്റും ദി എർത്ത് ഫൗണ്ടർ പാർട്ട്ണറുമായ PP വിവേക്. ഇപ്പോൾ സാൻഡി ബീച്ചിന്റെ ഒരുപാട് ഭാഗം തട്ടുകടകളും അവരുടെ സീറ്റിംഗുമായിട്ട് മാറുന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല അവിടെ ഉപയോഗിക്കുന്ന വെള്ളം, അവിടെ നിന്ന് പുറന്തള്ളപ്പെടുന്ന വേസ്റ്റ് എന്ന് പറയുന്ന ഒരുപാട് ചാലഞ്ചുകൾ ഇപ്പോൾ ഉള്ള തട്ടുകളുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. അത് ഒക്കെ മാറ്റുന്ന രീതിയിൽ വളരെ ആധുനിക രീതിയിലാണ് ഇപ്പോൾ ഫുഡ് സ്ട്രീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എല്ലാ തട്ടുകടകൾക്കും അവരുടെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇലക്ട്രിക് കണക്ഷൻ, വേസ്റ്റ് മാനേജ്മെന്റ്, വാട്ടർ കണക്ഷൻ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും കൂടെയും ലൈസൻസ് ഉണ്ടായിരുന്ന 90 തട്ടുകടയും ഡിസൈൻഡ് ആയിട്ടുള്ള പുതിയ തട്ടുകടയിലേക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഫുഡ് സ്ട്രീറ്റ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ചില തട്ടുകടക്ക് ഒരുമിച്ച് കൈ കഴുകാനുള്ള സ്ഥലം, എല്ലാവർക്കും ഇരിക്കാനുള്ള സ്ഥലം, അവിടെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റിക്ക് മാനേജ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എന്നുള്ളതെല്ലാം ഇത് ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. വളരെ വൈബ്രന്റും കളർഫുള്ളും ആയിട്ടുള്ള രീതിയിലാണ് തട്ടുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്ട്രീറ്റ് ആർട്ടും കോഴിക്കോടിന്റെ ലിറ്ററേച്ചർ സിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ആർട്ടും ഒക്കെ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഇനിയും വരാനുണ്ട്. ഇങ്ങനെയുള്ള പ്രൊജക്ടുകളൊക്കെ തന്നെ ഒരു ഡിസൈൻ എന്നതിന് ഉപരി അതൊരു സോഷ്യൽ നെഗോഷിയേഷൻ ആണ്. ഒരുപാട് ആൾക്കാരുടെ ആശങ്കകളും ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായങ്ങളും ഒക്കെ മാനിച്ചാണ് ഇങ്ങനത്തെ ഡിസൈൻ ചെയ്യുമ്പോൾ
നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരുപാട് ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. പരമാവധി എല്ലാവരുടെയും അഭിപ്രായങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു ഇനാഗ്രേഷൻ ഡേറ്റ് വരെ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ പ്രൊജക്ടിന്റെ ഭംഗി കൂടുവാനുള്ള പല പല കാര്യങ്ങൾ ഇനിയും ചെയ്യാൻ ഉണ്ടാവും. അവിടെ ഗാർഡൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലൈറ്റിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യാനുള്ള സ്ഥലങ്ങൾ, സീറ്റിംഗ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്ട്രീറ്റ് ആർട്ട് ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ വരുമ്പം അത് കോഴിക്കോടിന്റെ കടപ്പുറത്ത് ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സെക്കൻഡ് ലോങ്സ്റ്റ് അർബൻ ബീച്ചായ കോഴിക്കോടിന്റെ മുഖച്ഛായ പൂർണ്ണമായും മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ പ്രൊജക്ടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ബിയർത്തിന് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളെ ബീച്ചിന്റെ വൈബും എനർജിയും ഒരുപാട് മുന്നോട്ടേക്ക് നയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. 25 വർഷമായി ബീച്ചിൽ തട്ടുകട നടത്തുന്ന അബ്ദുള്ള പുതിയ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഒരുപാട് യാതനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നല്ല രീതിയിലുള്ളൊരു മാറ്റമാണ്. കാരണം കേരളത്തിലെ 13 ജില്ലയിലും ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ കോഴിക്കോടിന് ഒരുപാട് ചരിത്രങ്ങളും പൈതൃകങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോഴിക്കോട് ബീച്ചിൽ ഇത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കോഴിക്കോട് ബീച്ചിൽ ഒരു ഫുഡ് സ്ട്രീറ്റ് ആയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ വരുന്ന ജനങ്ങൾക്ക് അവരതായിരിക്കുന്ന ചോയ്സിനനുസരിച്ചുള്ള ഫുഡുകൾ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ ഒരു രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനൊരു അളവ് പരിധിയുണ്ട്. ഈ തട്ടുകട ഇങ്ങനെ കൊടുക്കുമ്പോൾ ആ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മളെ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ അവിടെ നിന്ന് നഴ്സിംഗ് കോട്ടേഴ്സിന്റെ ആ തോട് വരെയാണ് ഞങ്ങൾക്ക് സ്ഥലം അനുവദിച്ചിട്ടുള്ളത്. അതില് 3 ഐറ്റത്തിലുള്ള കച്ചവടക്കാരാണ് വരുന്നത്. പരമ്പരാഗതമായിട്ട് കോഴിക്കോട് ബീച്ചിൽ ചായ കച്ചവടമുണ്ട്, ഐസ്ക്രീമിന്റെ കച്ചവടമുണ്ട്, അതുപോലെ തന്നെ ഉപ്പിലിട്ടത്, മറ്റുള്ള ഐശ്വരതി, അങ്ങനെയുള്ള വെറൈറ്റികളുണ്ട്. പക്ഷെ ഇതിൽ നിന്നിപ്പോ ഒരു വിപുലത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വരതി, ഉപ്പിലിട്ട് അവർക്കെല്ലാം ഒരു വെറൈറ്റി, അതായത് കോഴിക്കോടിന്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യുക, ഒരു പരിമിതമായ രീതിയിൽ ഈ ഉപ്പിലിട്ട കച്ചവടം ചെയ്യാം. പക്ഷെ അതിന്റെ കൂടെ അവർക്ക് ഒരു വെറൈറ്റിയും കൂടെ ആഡ് ചെയ്തിട്ട് മറ്റുള്ള രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനുള്ളൊരു പെർമിഷനും കൂടെ അനുവദിച്ചിട്ടുണ്ട്. വെള്ളം വാട്ടർ അതോറിറ്റിന്റെ കണക്ഷനാണ്. കോഴിക്കോട് കോർപ്പറേഷന്റെ മുകളിൽ വാട്ടർ അതോറിറ്റി കണക്ഷൻ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ വലിയ ടാങ്കിൽ വെള്ളം സ്റ്റോറേജ് ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അതിനും കൂടെ ഉള്ളൊരു കണക്ഷൻ ഉണ്ട്. അപ്പൊ വാട്ടർ കണക്ഷൻ 2 തന്നെ ഉണ്ടാവും. പിന്നെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെഡ് പോസ്റ്റിന്റെ നേരെ താഴത്തെ വലിയ ബോർഡാണ്. ആ ബോർഡിലേക്കാണ് ഫുള്ള് സർക്കിൾ വരുന്നത്. അവിടെ നിന്ന് മൊത്തം കടകളിലേക്ക് സപ്ലൈ ചെയ്യാം. ഈ സ്ഥാപനം ഞങ്ങൾക്ക് മുൻപേ ലൈസൻസ് ആയിട്ട് അനുവദിച്ചത് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻക്കത് വാടകയ്ക്ക് കൊടുത്തിട്ടും വിറ്റിട്ടും പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെയുള്ളൊരു വിഷയം ഇപ്പോൾ അവിടെ ഇഷ്യൂസ് ആയിട്ടുണ്ട്. അതായത് ഏതാണ്ട് 23ഓളം കടകളിൽ ഒരു 5-6 വിറ്റ് പണം മേടിച്ചതുണ്ട്. ബാക്കി വാടകയ്ക്ക് കൊടുത്തിട്ട് ഇവർ ഡെയിലി 1500-2000 വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പൊ ബിനാമി സമ്പ്രദായം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള നറുക്കെടുപ്പിൽ നിന്നും കുറച്ച് ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട്. നമ്മളെ ഏറ്റവും വലിയ വിഷയം ഒരു ഫുഡ് ഹബ്ബൊക്കെ ആകുമ്പോൾ ശുചിത്വം പാലിക്കലാണല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല വൃത്തിയായ രീതിയിൽ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമെന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. മാറിയ സാഹചര്യത്തിൽ വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഭക്ഷണം ഇവിടെ ഉറപ്പുവരുത്താൻ കഴിയും. ഭക്ഷ്യസുരക്ഷ അസിസ്റ്റന്റ് കമ്മീഷണർ കോഴിക്കോട് സക്കീർ ഹുസൈൻ. ഭക്ഷ്യസുരക്ഷ കൂട്ടായ ഉത്തരവാദിത്വമാകുന്നു. ഉൽപ്പാദകരായ കച്ചവടക്കാരും ഉപഭോക്താക്കളും ബന്ധപ്പെട്ട വകുപ്പുകളും ഒരേപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കഴിയൂ. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുകയും താഴെ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ കൈകൾ, പാത്രങ്ങൾ, പാചകം ചെയ്യുന്ന പ്രതലം, ഭക്ഷ്യവസ്തുക്കൾ എന്നിവ നന്നായി കഴുകി സൂക്ഷിക്കേണ്ടതാണ്. ഭക്ഷ്യവസ്തുക്കളുടെ നിർമ്മാണത്തിന് സുരക്ഷിതമായ വെള്ളവും ഭക്ഷ്യവസ്തുക്കളും ഉപയോഗിക്കേണ്ടതാണ്. ഭക്ഷണസാധനങ്ങൾ മതിയായ ഊഷ്മാവിൽ നന്നായി വേവിക്കേണ്ടതാണ്. അതുപോലെ തന്നെ പാചകം ചെയ്തതും പാചകം ചെയ്യാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ കൂടിക്കലർന്ന് ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാകാത്ത വിധം ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കേണ്ടതാണ്. കൂടുതൽ സമയം ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുന്നു എങ്കിൽ അവ അടച്ച് ലേബൽ ചെയ്ത് റെഫ്രിജറേറ്റർ പോലുള്ള അനുകൂല ഊഷ്മാവിൽ സൂക്ഷിക്കേണ്ടതാണ്. ബീച്ചിൽ പലപ്പോഴും കട്ട് ചെയ്ത ഫ്രൂട്ട്സ് തുറന്ന അവസ്ഥയിൽ സൂക്ഷിക്കുന്നത് കണ്ടുവരാറുണ്ട്. ഇവയിൽ പൊടിപടലങ്ങളും ഈച്ചയും പറ്റുകയും അതുവഴി രോഗാണുസംക്രമണം നടക്കുകയും സാധ്യതയുണ്ട്. അതിനാൽ അത്തരം പ്രവണതകൾ കച്ചവടക്കാർ തീർത്തും ഉപേക്ഷിക്കേണ്ടതാണ്. യാതൊരുവിധ ഭക്ഷ്യവസ്തുവും തുറന്ന അവസ്ഥയിൽ സൂക്ഷിക്കാൻ പാടില്ല. അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുന്നതാണ്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് കോഴിക്കോട് ബീച്ച് ഒരു മാതൃകാ ഫുഡ് ഹബ്ബ് ആക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. കോഴിക്കോട് ബീച്ചിലെ സായാഹ്നങ്ങളിൽ നമ്മെ ഏറെ ആകർഷിച്ചത് ഇവിടുത്തെ ഭക്ഷ്യവിഭവങ്ങളാണ്. ചായയും കല്ലുമ്മക്കായയും ഗ്രീൻ പീസും കാടമുട്ടയും എണ്ണക്കടികളും ഉപ്പിലിട്ടതും ഐശ്വരതിയുമൊക്കെ ഒരിക്കലെങ്കിലും രുചിച്ചു നോക്കാത്തവരായി ആരുണ്ടാവും? ഭക്ഷ്യവിഭവങ്ങൾ നാവിന് രുചി നൽകുന്നുണ്ടെങ്കിലും കഴിക്കാനെത്തുന്നവർക്ക്
ഇരിക്കാനോ കൈ കഴുകാനോ ഉള്ള സാഹചര്യമൊന്നും ഇവിടെ ഇതുവരെ ഇല്ലായിരുന്നു. എന്നാൽ പുതിയ സാഹചര്യത്തിൽ കോഴിക്കോട് ബീച്ച് നമുക്കൊരു പ്രത്യേക വൈബ് തന്നെയാവും. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ, ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.